ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ വിഷു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വിഷു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി, പക്ഷേ ഇപ്പോൾ ഞാൻ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻജോയ് ദ വീഡിയോ. അതോടൊപ്പം ഞാൻ 1 മാസമായി ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഒരു കം ബാക്ക് ഇതും കൂടെ പറയാം കേട്ടോ. അപ്പോൾ എൻജോയ് ദ ഗൈസ്. അങ്ങനെ അടുത്ത ദിവസം ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ഇതാ ഇവിടെ നേരുന്ന കണി കണ്ടിരിക്കുകയാണ്. ഇതാ എല്ലാവരും നിങ്ങളും കൂടെ കണ്ടോളിയുമ്പോളെ പാപ്പൻ്റെയും മറ്റമ്മേൻ്റെയും പണി ദേ നിൽക്കുന്നു. ഞങ്ങളെ പണിയാ. ഇപ്പൊ നമ്മളിനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പടക്കം പൊട്ടിക്കും. പാപ്പം കളത്തിലിറങ്ങിയിരിക്കുകയാണ് 1000 കോമ്പല എടുത്തുകൊണ്ട്. തുടക്കം തന്നെ 1000 കോമ്പല പൊട്ടിച്ചുകൊണ്ട് നമുക്ക് വിഷു ആഘോഷിക്കാമെന്ന് തുടങ്ങാൻ പോകുകയാണ് പ്രേക്ഷകരെ. അപ്പോൾ പാപ്പ എന്തായാലും അവിടെ കോമ്പല പൊട്ടിക്കട്ടെ. ഞാനിവിടുന്ന് മുന്തിരെടുത്ത് തിന്നട്ടെ. ഏ 1000 വല കൊമ്പല തേച്ച് കഴിഞ്ഞിരിക്കാണ്. ഇനി നമുക്ക് ഒരു മോനെ ക്യാമറമാൻ ദേവരാജിനോടൊപ്പം ക്യാമറമാൻ ദേവരാജിനോടൊപ്പം എടാ മാറിക്കടാ, ചേച്ചിക്ക് പോട്ടെ. നമ്മളെ പടക്കപ്പെട്ടികൾ വരുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മളെ പൊട്ടിക്കാനുള്ള നമ്മക്ക് ചെരുപ്പിട്ടെ. ക്യാമറമാൻ ഫ്രണ്ട്സ്, പാപ്പൻ ഇനി ഒരു റോക്കറ്റ് വിടാൻ പോവാണ്. മുകളിൽ പോയി പൊട്ടുന്ന റോക്കറ്റ് എടേ റോക്കറ്റ് ഇതല്ലേ ഇതാ ഈ സാധനം വിടാൻ പോവാണ്. മുകളിൽ പോയി ഭൂം നിറഞ്ഞ പൊട്ടുന്ന അറിയാ. ഭൂം നിറഞ്ഞ പൊട്ടു. ഇതാ പാപ്പൻ ഫുള്ള് സെറ്റപ്പിലാണ് കേട്ടോ. പാപ്പൻ ഫുള്ള് സെറ്റപ്പിലാ. ഓക്കെ ചുരുട്ടി മടക്കി നമ്മള് പൈപ്പിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഇട്ടു. ടോളി കുറച്ചും കൂടെ. പട്ടി കയറിക്കോളി. സെറ്റപ്പാണ്. സെറ്റപ്പ് ടെക്നോളജിയാ. നമ്മളെ ക്യാമറമാൻ ഓക്കെ യെസ്. നമ്മളിത് ഇറക്കിയിരിക്കുകയാണ്. ഫുള്ള് കയറ്റിണ്ട്. ഇനി നമ്മള് റാക്കറ്റ് വിടാൻ പോണ. റാക്കറ്റ് അത് കറക്റ്റ്. പാപ്പൻ അടുത്ത മുകളിൽ പോയി പൊട്ടുന്ന റാക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. റാക്കറ്റേ പൊട്ടിയാ. ക്യാമറമാൻ വാച്ചനും വ്ലോഗ് എടുക്കുന്നുണ്ട്. നമുക്കിനി ഒരു പൂത്തിരി കത്തിക്കാം. അനക്ക് വേണ്ട പൂത്തിരി? യെസ്. ആ പൂത്തിരി. പൂത്തിരി വെക്കുന്നു. തൈപ്പൂയക്ക വെടിയാട്ടം. അതടി പിടി. അച്ചമ്മ പൂത്തിരി വെച്ചേക്കേ. ഹാപ്പി വിഷു. ചിരിക്കടോ അച്ചമ്മ. ഹാപ്പി വിഷു. മനസ്സിലില്ല ഗൈസ്. മറ്റേ പുതിയ അതാ പൂത്തിരികള്. അതില് പൂത്തിരികളുണ്ട്. അതിൽ ആ കവറിൽ പൂത്തിരി. നമുക്ക് ആ കവർ എടുത്ത് കൊടുക്കാം. കാരണം അതിലാ പൂത്തിരികളുണ്ട്.
ഈ കവറിൽ മൊത്തം പൊട്ടി. അങ്ങോട്ട് ചേർന്ന് വെച്ചിട്ട് ഗൈസ് ഇനി പൂത്തിരി കത്തിക്കാം. തീപുരിശിങ്കം ദേവൂട്ടൻ നമുക്ക് വേണ്ടി പൂത്തിരി എടുക്കുന്നതായിരിക്കും. ദാ ഇതിലേ പുതിയ കവർ വേണ്ട, വേറെ വലുതാ ഗൈസ്. 30 സെന്റിമീറ്റർ സാധനം പൊട്ടിച്ചു നോക്കാം. നമുക്ക് ഈ പടക്കൊന്ന് പൊട്ടിക്കാം. ഹാപ്പി വിഷു. കഴിക്കുമ്പോക്ക് ഇത് പൊട്ടിക്കാം. തീയെന്ന വെള്ളം. എന്താ പൊന്നെ അമ്പലത്തിൽ നിന്നിട്ട് ഇവന്റെ ദേവന്റെ അടുത്തുള്ള വീട്ടിന്റെ അടുത്ത് അമ്പലത്തിൽ നിന്ന് പടക്കം പൊട്ടിക്കുകയാണ്. ഇമ്പൊന്ന് കണ്ടോക്കാം. ഈ കൊടും കാട്ടിൽ സൂര്യകെട്ടിൽ ഞാനും ദേവോടൻ ഒറ്റയ്ക്ക് പോകുന്നു. കേട്ടോ അവിടെ നിൽക്ക്, ഞാനുമുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, പക്ഷെ പടക്കം എവിടുന്ന പൊട്ടിച്ചേ? ഇതാണ് ദേവൂട്ടൻ പറഞ്ഞത്. ദേവൂട്ടിൻ്റെ അവിടുത്തെ അമ്പലമാണ്. ഇതാണ് അമ്പലം. അപ്പം എവിടുന്ന് വിളക്കം പൊട്ടിച്ചില്ല? അവിടെ ഭൂതമാണോ വിളക്കം പൊട്ടിച്ചേ? ആരാണ് വിളക്കം പൊട്ടിച്ചേ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇതുവരെ ആരും കിട്ടിയില്ല. ഇപ്പം എന്ത് ചെയ്യും? ഇപ്പൊക്കെ തിരിച്ചു പോവാം. ഞങ്ങൾ വന്നേ ഉള്ളു. അപ്പം എന്തോ ഒന്ന് കൊളുത്താൻ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും? എന്തോ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന എന്തായാലും. അതെ, എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോ കൊളുത്താൻ നിൽക്കുന്നുണ്ട് എന്തായാലും. നമുക്കൊന്ന് നോക്കാം. പാപ്പ നിങ്ങളെന്താ ചെയ്യാൻ നിൽക്കുന്നേ? മര്യാദയ്ക്ക് സറണ്ടർ ചെയ്തോ. ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ നടക്കുകയില്ല. നോക്കാം. ഓ പേടിച്ചു. അതാ ഒരു നേരച്ചാക്കറ കത്തിച്ചാ മുകളിൽ പോയിട്ടാ. നമുക്ക് ടെറസിന്റെ മുകളിലും കുറെ സാധനങ്ങൾ പൊട്ടിക്കാറുണ്ട്. റോക്കറ്റും മറ്റേതും മറിച്ചതൊക്കെ പൊട്ടിക്കാണ്. പക്ഷെ ഇവിടുന്ന് നമ്മൾ റോക്കറ്റ് വിട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ടെറസിന് വേറെ റോക്കറ്റ് വിടാണ്ട്. ഇനി ഞാനും ദേവൂട്ടനും അംഗം വെട്ടാൻ പോവാണ്. ഞങ്ങളെ തോക്കൊന്ന് ആദ്യം കാണിച്ചു തരാം. യെസ്, ഒന്നുമില്ല. അയ്യോ തോക്ക് മാറിപ്പോയി. റെഡി ആക്കണം. ഇത് കുറച്ച് വയസ്സായിട്ടുണ്ട്. വയസ്സായതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ ഇവിടെ പടക്കം റെഡി ആയിട്ടുണ്ട്. ഇനി എന്റെ പടക്കം കാണിച്ചു തരാം. ഇനി അംഗം വെട്ടാൻ പോവുകയാണ് ഞങ്ങള്. അംഗം വെട്ടാൻ. തോക്ക് അവരവിടെ പെൻസിലൊക്കെ വെച്ച് പണിയിലാണ്. അപ്പൊ നമുക്കിനി അംഗം വെട്ടാം. മോനെ ചേച്ചി ഏതാ പവർ? ദേവൂട്ടാ വാ, അംഗം വെട്ടാം. അംഗം വെട്ടാം. ദേവൂട്ടൻ പവർ. എന്താ പൂത്തിരിനോട് പേടില്ല ആൾക്കാര്. ഗായ്സ്, അയ്യോ ഫ്ലാഷ് ലൈറ്റ്. ഗായ്സ്, നമ്മളിപ്പോ നിക്കുന്നത് ടെറസിന്റെ മുകളിലാണ്.
ഇനി നമുക്ക് നമ്മുടെ മെയിൻ പടക്കങ്ങളാണ്. മുകളിൽ പോയി എന്ന് പറഞ്ഞ് പൊട്ടുന്ന പടക്കങ്ങൾ നമുക്ക് എടുത്തിരിക്കുകയാണ്. ഇതാ ചേച്ചി കയ്യിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പൊട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം. ഗൈസ്, ഞങ്ങളിവിടെ എലിച്ചക്രം, നിലച്ചക്രം എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അത് തിന്നത് എലിച്ചക്ര, നീലച്ചക്രം കത്തിച്ചതിന് ശേഷം ഇതാ അവിടെ ഒട്ടൻ ആപ്പിൾ എന്നുണ്ട്. എനിക്കെന്താ എന്താടാ ആപ്പിളാ, എനിക്കൊരു ആപ്പിള് താടാ, ആപ്പിളാടാ. എന്താ ആപ്പിൾ എന്നാല് ആപ്പിളാ കഴിയാത്ത കാലം വെച്ചിട്ട് ഞാൻ എടുത്തതാ. ഒരാപ്പിൾ മതി, ചെറിയ കടി. ആപ്പിൾ ടീ, ഇത് ആപ്പിളാണിത്. ആപ്പിളാണ് നല്ല ഓറഞ്ചാണ്. സീനാണല്ലോ. അയ്യോ അയ്യോ, ഓ ഓ പടകമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞ് ഇതാ ഞാനും ദേവന്റെ ആപ്പിളൊക്കെ തിന്ന് കഴിഞ്ഞ് ഇതാ ഇപ്പൊ രാവിലെ എന്തൊക്കെയറിയാം. ഹലോ ചക്ര കുറച്ചൊരു മര്യാദ ഉണ്ട്. മുകളിൽ കയറി വന്നതിന്റെ ആ ഒരു നന്ദി. ഒരു കഷ്ടം നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാണ് നമ്മൾ എത്ര നോക്കൻ കഴിച്ചോ. കഴിച്ചോടി. ഞാൻ തറവാടിയാ പരിപാടി രാവിലെയായി. ചെലപ്പോ കിടന്നുറങ്ങും. ഓരെന്തായാലും കിടന്നുറങ്ങുന്നുണ്ടോ ഉറപ്പായിട്ടും. എനിക്ക് ഉറക്കം വരില്ല, അതാ പ്രശ്നം. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല. സിനിമ കാണാൻ നോക്കാം, പല ഹൊറർ ഫിലിമും. വിഷുവിന് പ്രേത സിനിമ. അപ്പോൾ രാവിലെ നോക്കി, എത്ര പെട്ടെന്ന് നോക്കി രാവിലെ കഴിഞ്ഞ്. നമ്മൾ ഇവിടുത്തെ മനോഹരമായ വ്യൂ എൻജോയ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് 1997 ആ ടാങ്ക് എന്ന് പറഞ്ഞാല് ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒരു ടാങ്കാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഇതേവട്ടൻ എല്ലാ വീഡിയോയിലും കാണാം. ഇത് 2011 എത്ര 14 വർഷം പഴക്കമുള്ള ഒരു ജന്തുവാണ് ഇത്. ഇതിന് വെസ്റ്റ് ആഫ്രിക്കയിലാണ് അങ്ങനെയൊക്കെ പറയുന്നത്. വെസ്റ്റ് ആഫ്രിക്കയോ? ഇതിനെ തായ്ലൻഡിൽ ഓർമ്മയുണ്ട്. തായ്ലൻഡിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഇവനെ എന്തായാലും ഫ്രീ എൻട്രൻസോ. ഫ്രീ എൻട്രൻസ് കിട്ടി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക്. അവിടുത്തെ ആൾക്കാർക്ക് ഫ്രീ എൻട്രൻസ്. അതിനെക്കൊണ്ട് ഇവരെ കയറ്റി വിട്ടിക്കാം. ഫുള്ള് ചില്ല്, ചേച്ചി ഫുള്ള് ചില്ലാണ്. ഉടമ്പക്കും കിടന്നാലോ. അങ്ങനെ രാവിലെ ആയി കഴിഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകരി. അയ്യോ, ഇനി കുളിക്കണം, രാവിലത്തെ ഫുഡ് കഴിക്കണം, ഇനി അടുത്ത പടക്കം പൊട്ടിക്കലിന് കാണാം. ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ട് ഇതാ ദേവൂട്ട എപ്പോഴും ഉറങ്ങിയ കോലത്തിൽ തന്നെയാണല്ലേ. ഞാൻ ഫുള്ള് കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ്. ഇതേ നോക്ക് ആരാണെന്ന്, നമ്മളുടെ അച്ഛൻ ജീവരാജ്. ഹാപ്പി വിഷു. നിങ്ങൾ മാത്രമേ പറയൂ. ഞാൻ കുടിച്ചു റെഡി. ഞാൻ വൃത്തിയും എടുപ്പുണ്ടാവും. ഞങ്ങളിവിടെ പടക്കൊക്കെ പൊട്ടിച്ച് ഞാനില്ല, ഇവിടെ പാപ്പം പടക്കം പൊട്ടിച്ചും കഴിക്കാനും. ഇപ്പം ഞാൻ വന്നിട്ടുണ്ട്. ഭയങ്കര വെയിലാണ്, രാവിലെ ആയതുകൊണ്ട് ഭയങ്കര വെയിലുണ്ട്. കുറച്ചു നേരം കഴിയട്ടെ എന്നിട്ട് പടക്കം പൊട്ടിക്കാം. ചോറും തരാം. രാവിലെ ഒന്നും തന്നില്ല, അപ്പോൾ ഫുള്ള് ഉറക്കേനു. സമയം 2:15 ആയിരിക്കുകയാണ്. ഞാൻ എല്ലാം കൂടെ വിശന്നിരിക്കുകയാണ്. എന്താ ദേവൂട്ടിനും വിശന്നിരിക്കുക അല്ലേ? നീ എന്തൊന്നും മിണ്ടാത്ത?
ഇന്നലെ ഭയങ്കര വർത്താനല്ലോ. ദേവൂട്ടൊന്നും മിണ്ടുന്നില്ല, എന്ത് പറ്റി? എണീച്ചതിൻ്റെ ക്ഷീണത്തിലാണ് ദേവൂട്ടൻ. അപ്പം നമുക്ക് ഇന്ന് എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ നോക്കിക്കേ. യെസ്, ഇന്ന് സദ്യയാണ്. ഇതൊക്കെ അച്ഛനും അനിയനും കൂടെ. യെസ് പ്രേക്ഷകരെ, സദ്യ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കാം പ്രേക്ഷകരെ. യെസ്, ഐ ആം എക്സൈറ്റഡ് ഫോർ ദ സദ്യ. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പള്ള കൂക്കനായിട്ടുണ്ട്. ഇനിയൊന്നും അങ്ങനെ പരിപാടിയില്ല. വെയിലൊക്കെ ഒന്ന് താഴട്ടെ. അയ്യോ, ഡ്രസ്സ് ഉണക്കിയതായി പോയി കാണിച്ചത്. അങ്ങനെ വെയിലൊക്കെ ഒന്ന് താഴട്ടെ, എന്നിട്ട് നമുക്ക് പടക്കം പൊട്ടിക്കാം. ഞാനും കായാട്ടെ.
ഓൾഡ് ട്രെൻഡ് തിരിച്ചു കൊണ്ടുവരികയാണ് ഫുൾ ജാർ സോഡ. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് ഗ്ലാസ് ഇടാൻ പോവാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ആയിക്കോട്ടെ. 3, 2, 1 go. വന്നിട്ടുണ്ട്. അങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഫുള്ള് പടകമൊക്കെ പൊട്ടിച്ച് ഞാൻ വീഡിയോ എടുത്തില്ല, പക്ഷെ നിങ്ങൾക്കെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. കേട്ടോ, ബൈ ബൈ പറയ്. ബൈ ബൈ. ബൈ സുഹൃത്തുക്കളെ, ബൈ.